വളരെ കോമൺ ആയിട്ട് പലർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നതും മിൽക്ക് അലർജി എന്ന് പറയുന്നതും സെയിം ആണോ എന്നുള്ളത്. സോ ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യാദേവി. പാലിനോടുള്ള അലർജിയാണ് നമുക്കുള്ളതെങ്കിൽ പാലിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനോട് നമ്മുടെ ബോഡി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റിയാക്ട് ചെയ്യുന്നത് കാരണമാണ് ഇങ്ങനെ അലർജി ഉണ്ടാകുന്നത്. നമ്മുടെ തൊലിപ്പുറത്തായിട്ട് തടിപ്പ്, ചൊറിച്ചിൽ, അല്ലെങ്കിൽ നമുക്ക് ഛർദിൽ പോലെയുള്ള ലക്ഷണങ്ങളോ അതല്ലെങ്കിൽ ശ്വാസം മുട്ടൽ പോലെയുള്ള ലക്ഷണങ്ങളോ ഒക്കെ അലർജി, മിൽക്ക് അലർജി കാരണം നമുക്ക് ഉണ്ടാവാം. ഇനിയിപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹന സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൽ അടങ്ങിയിട്ടുള്ള ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഷുഗറിനെ നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വരുന്ന പ്രശ്നം. അതുകൊണ്ട് തന്നെ വയറുവേദന, ഗ്യാസിൻ്റെ ഇറിറ്റേഷൻ, വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ, ഡയേറിയ പോലെയുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നതും മിൽക്ക് അലർജി എന്ന് പറയുന്നതും രണ്ടും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കണ്ടീഷൻ തന്നെയാണ്. അതിൽ ലാക്ടോസ് ഇൻടോളറൻസ് അങ്ങനെ വലിയ പ്രശ്നമുള്ള ഒരു കണ്ടീഷനല്ല. പക്ഷേ മിൽക്ക് അലർജി എന്ന് പറയുന്നത് അങ്ങനെയല്ല. വളരെ ചെറിയ ക്വാണ്ടിറ്റി ഓഫ് മിൽക്കിന് കൂടെ നമ്മുടെ ശരീരം ചിലപ്പം വലിയ രീതിയിൽ റിയാക്ട് ചെയ്തിട്ട് വലിയ അപകടങ്ങളിലേക്ക് അത് പോകാനുള്ള ചാൻസ് വളരെ അധികമാണ്.